അതെ, നിന്നെ സിനിമയിലെടുത്ത്. ഗൃഹലക്ഷ്മി ഉണ്ടോ? നമ്മുടെ ഗൃഹലക്ഷ്മി ഒരെണ്ണം കിടപ്പുണ്ട്. ദിവ്യയുടെ പടമൊന്നും കാണുന്നില്ലല്ലോ. ഹായ്, അപ്പോൾ നമ്മുടെ ദിവ്യയ്ക്ക് ഇന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഗൃഹലക്ഷ്മിയുടെ ഒരു നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൾ അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് കാട്ടിപ്പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ കണ്ടില്ല എന്നുള്ള സങ്കടത്തിൽ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരാൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ ഒരു ഫോളോവർ നമുക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, അതിൻ്റെ ഒരു ഫോട്ടോ, ഗൃഹലക്ഷ്മിയുള്ള ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ദിവ്യ ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ദിവ്യനെ പോയി നമുക്കൊന്ന് അറിയിക്കാം. അവളുടെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന്, അവളുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ദിവ്യ, ദിവ്യ, എന്താ മനുഷ്യ ഒന്നും വിളിച്ച കേട്ടില്ല, അപ്പ ബെല്ലടിക്കുവാണ്. പിന്നെ അല്ലാണ്ട് എന്നെ പോത്തോലെ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? ഞാൻ ഉറങ്ങുമൊന്നും അല്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ എല്ലാ പണിയും നിർത്തിട്ടൊന്ന് ഇന്നേ ഉള്ളൂ, നേരത്തേക്കും തുടങ്ങി. എന്നാ കാര്യം? നിന്നെ ഞാൻ ഞെട്ടിക്കട്ടെ? ഞെട്ടിക്കാനൊക്കെ വരട്ടെ, കാര്യം സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ തമാശ കളിക്കാൻ എനിക്ക് നേരമില്ല കേട്ടോ. അന്ന് അവളോട് പറയണ്ടല്ലേ, എന്തിനല്ലേ വെറുതെ. എപ്പോഴുണ്ട് സർപ്രൈസ്? അതെ അതെ, നിന്നെ സിനിമയിലെടുത്ത്. സത്യമായിട്ട് നിന്നെ സിനിമയിലെടുത്ത്. നീ കഴിഞ്ഞ ദിവസം ഗൃഹലക്ഷ്മിയുടെ ഒരു ഷോട്ട് എടുത്തില്ലായിരുന്നോ? അവരെ മെസ്സേജ് കണ്ടുപോലില്ല എന്ന പരാതിയല്ലായിരുന്നോ? ഈ പ്രാവശ്യത്തെ ഗൃഹലക്ഷ്മി നീ കണ്ടാ? ഗൃഹലക്ഷ്മി കണ്ടില്ല. എന്താ നിന്റെ ഫോട്ടോ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞ നമ്മുടെ ഒരു ഫോളോവർ അതിന്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. നേരായിട്ട് നമുക്കിപ്പോ തന്നെ ഒരു ഗൃഹലക്ഷ്മി വാങ്ങി വായിച്ചു നോക്കാം. നട്ടുച്ച സമയമാണ്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഓ, നിനക്ക് തിന്നണം മാത്രമല്ലോ, ഇതൊന്നും കണ്ടിട്ടാട്ടെ തീറ്റ. നിർബന്ധമാണോ? ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നല്ല സ്നേഹത്തോടെ ചോദിക്കും. അയ്യോ, ഒന്നോട് ചോദിച്ചേ. എന്തേലും കാര്യം കാണാൻ വേണ്ടിയുള്ള ഇവരുടെ ഒരു സ്നേഹം ഉണ്ടല്ലോ. കാര്യമായിട്ട് പറഞ്ഞേ. ആ, അപ്പൊ എന്താണ് ചെലവ് ചെയ്യാൻ പോണേ? ചെലവൊന്നുമില്ല, ആദ്യം കണ്ടിട്ട് കാണട്ടെ, കണ്ടു ബോധിച്ചാൽ മാത്രം ചെലവ് ചെയ്യാം. ആയിക്കോട്ടെ, എന്നാ പോയേക്കാം. നീ ഇപ്പൊ ഗൃഹലക്ഷ്മി അവിടെ കിട്ടും മനുഷ്യ. ഗൃഹലക്ഷ്മി നേരത്തെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കളിക്കുടുക്കയും പാലരമയൊക്കെ മേടിക്കാനായിട്ട് ഈ കടകളിലൊക്കെ സൈഡിൽ തൂക്കിയിടാറുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു കടയിലൊക്കെ പോയിട്ട് ഒത്തിരി കാലമായില്ലേ, ഇപ്പൊ എല്ലാം ഓൺലൈൻ അല്ലേ. ഇതിപ്പോ ഈ ഗൃഹലക്ഷ്മി നമുക്ക് എവിടെ കിട്ടും? അതുപോലത്തെ ഒരു പണ്ടത്തെ പോലത്തെ ഒരു കടകളൊന്നും ഇപ്പൊ കാണാനില്ല കേട്ടോ. അതുപോലെ തൂക്കിയിട്ട് വിൽക്കുന്ന ഒരു കടകളൊന്നും നമ്മളിപ്പോ മങ്ങാട്ടുമല്ല. ആസാദ് ബുക്സ് ഉണ്ടല്ലോ, അവിടെ കയറിയിട്ട് ഗൃഹലക്ഷ്മി ഉണ്ടെന്ന് ചോദിച്ചാൽ ചേട്ടൻ വല്ല ഇറക്കിയും വിടുവോ? ആസാദ് ബുക്സിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടുമോ സാധനം? അവിടെ ഈ പിള്ളേർ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലേബറിന്റെ അതുപോലെ തന്നെ NCERT പുസ്തകങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടണം. ഈ വനിതാ ഗൃഹലക്ഷ്മിയൊക്കെ അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് കിട്ടുമോ? എനിക്കൊരു പിടിയില്ല. കണ്ടുപിടിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ മുതലക്കോളത്ത് എന്താപ്പി നോക്കാം. കിട്ടിയില്ല പിന്നെ തിരിച്ച് തൊടുപുഴയ്ക്ക് കയറേണ്ടി വരും. ആസാദി കയറാം, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ പഠിക്കാം. അതുവരെ എനിക്ക് ക്ഷമയില്ല, പോകുന്നു. എനിക്ക് ഇന്ന് തന്നെ കാണണം. അതിന് നീ അതിന് മാത്രം എക്സൈറ്റഡ് ആകാനൊന്നുമില്ല. കവർ പേജ് ഒന്നും നിന്റെ ഒന്നും അല്ല, അതിന്റെ അകത്ത് എവിടെ ഒരു കുഞ്ഞു ഫോട്ടോ ഉണ്ടെന്നാ കേട്ടത്. ആണോ? എന്നാലും കാണാനൊരു കൊതി ആർക്കാണെങ്കിലും തോന്നൂല, ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. അങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, മുതലക്കോടത്തേക്ക് എത്തിയിട്ടുണ്ട് ദിവ്യ. അപ്പൊ നമ്മുടെ അവിടെ കുറെ മാഗസിൻസ് ഒക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. നീ ഒന്ന് പോയി നോക്കി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെ ചെല്ലുമ്പോ ഗൃഹലക്ഷ്മി ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യും എന്തോ. പോയിട്ട് വരാം. എന്തൊക്കെയോ കാണുന്നുണ്ട്. അതെ, സൂം ചെയ്ത് നോക്കി. സൂം ചെയ്ത് നമ്മുടെ ഗ്ലാസ്സിൽ നിറച്ച് ചെളിയാണ്ട് സൂം ആകുന്നില്ല. പോയിട്ട് വരാം. പോയിട്ട് വാ. മിക്കവാറും ഗൂഗിൾ പേ കാണാൻ ചാൻസ് ഉണ്ടാവില്ല. ഞാൻ വായിച്ചിട്ട് കൊണ്ടുതരാം. കട മേടിച്ചിട്ടാണെങ്കിലും വരാനല്ലേ. എന്നാ പോയിട്ട് വരാം. ആ, ഗൃഹലക്ഷ്മി അവിടെ കിടപ്പുണ്ടല്ലോ. ഗൃഹലക്ഷ്മി ഉണ്ടോ? നമ്മുടെ ഗൃഹലക്ഷ്മി പറഞ്ഞ അവിടെ കിടപ്പുണ്ട്. ദിവ്യയുടെ പടമൊന്നും കാണുന്നില്ലല്ലോ. ഗൂഗിൾ പേ ഉണ്ടോ ഇല്ലേ? അപ്പൊ പേയ്മെന്റ് എങ്ങനെയാ? ഞാൻ അടുത്ത അവിടെ ചെയ്താൽ മതിയോ? ഈ അപ്പുറം ചോദിച്ചു നോക്കാം. എത്ര ഇതിന്റെ പൈസ എത്രയാ? അല്ല, വരുമ്പോ കൊണ്ടുവന്നാ. അപ്പൊ നമ്മുടെ നമ്മുടെ ജിമ്മാണ് ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ. വൈകിട്ട് അവള് ജിമ്മിൽ വരാറുണ്ട്. അപ്പോൾ പൈസ വരുമ്പോൾ കൊടുത്താൽ മതി എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും മേടിച്ചോണ്ട് വരുന്നത്. അയ്യോ, അത് ചിരി കണ്ടാലും മതി. കാണിച്ചേ പടം കാണട്ടെ. ഫ്രണ്ട് പേജ് അല്ല കേട്ടോ, ഫ്രണ്ടിലല്ലോ.
ഇതേ പ്രകൃതി കാണിയ മത്സര വിജയികൾ നോക്കട്ടെ. പ്രകൃതി ഫസ്റ്റിൽ തന്നെ കിടപ്പുണ്ട് ദിവ്യയുടെ ഫോട്ടോ. അതെ, ഇത്ര പേരുണ്ടോ? കണ്ടില്ല അവർ കണ്ട്. നിന്റെ മാത്രമാണല്ലോ ആദ്യം കൊടുത്തേക്കുന്നത്. അതെ, ഇതെല്ലാം വേറെ വേറെ ഐറ്റംസ് ആട്ടോ. അതെല്ലേ, നമുക്ക് നോക്കാം എവിടെയാണ്. എവിടെ എനിക്ക് അത്ര ക്ഷമയൊന്നും മറിക്കാനാണ് മുള്ളി. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പിള്ളേര് എക്സാമിലേക്കല്ലേ അതുപോലെ നോക്കുന്ന അതുപോലെ അല്ലേ. അയ്യോ ഇവിടെ പോയി ബാക്കിന്ന് പറയണം. എവിടെ പ്രകൃതിയാണിയെ സാധാരണ ഈ വനിതയിലും എല്ലാ സുന്ദരികളായ പെൺകുട്ടികളുടെ ഫോട്ടോ അവസാനമല്ലേ കൊടുക്കുന്നേ. അവിടെ ഇച്ചിരി സൗന്ദര്യം കൂടിപ്പോയോ? കൊള്ളാം കേട്ടോ, അടിപൊളി. ഞാൻ ഭയങ്കര ഹാപ്പി ആയി. വാവ്, അടിപൊളിയായിരുന്നു കേട്ടോ. നീ ഒന്ന് മറിച്ച് ഫ്രണ്ട് പേജ് ഒന്ന് കാണിച്ച്. ഒന്നും തിരിച്ച്. ഇത് കവർ പേജ് ആയിട്ട് കൊടുത്തിട്ട് കുറച്ചൊരു അടിപൊളിയായിരുന്നു കേട്ടോ. അല്ലേ? ഇതിലും ഈ ഫോട്ടോയിലും അടിപൊളിയല്ലേ ഇത് കവർ പേജ് ആയിട്ട് വന്നിരുന്നെങ്കിൽ? എനിക്ക് തോന്നണം അങ്ങനെയായിരുന്നു. ദിവ്യ കവർ പേജ് ആയിട്ട് വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, കുറച്ചുകൂടെ പൊളിച്ചേനേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിനക്ക് തോന്നുന്നു? അല്ല, നല്ല കളർഫുൾ ആയിട്ട് അടിപൊളി ഫോട്ടോ അല്ലേ? ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നുന്നു. കാരണം ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന എത്ര എഫോർട്ട് എടുത്താന്നറിയോ ചെയ്തത്. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ളൊരു മൂഡ് പോലും ഇല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ആൽഫയെ കോൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അന്നിങ്ങനെ പറഞ്ഞപ്പോ അവളും വന്നു. അയ്യോ, ദിവ്യ ബ്രിൻഡോ ഡബ്ല്യു ഇല്ലേ? എന്റെ ഡബ്ല്യൂടെ പോയി. ദിവ്യ ബ്രിൻഡോയുടെ ബ്രിൻഡോയ്ക്ക് ഒരു ഡബ്ല്യൂ കൂടെ ഉണ്ട് കേട്ടോ. BRINTO കൂടെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഡബ്ല്യൂ അവിടെ പോയി. ഡബ്ല്യൂ മിസ്സിംഗ് ആന്നൊക്കെ. ഡബ്ല്യൂ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ വിളിച്ച് ശരിക്കൊന്ന് പറഞ്ഞേരട്ടോ, ഞാനൊന്ന് അന്വേഷിച്ചിട്ടുണ്ടെന്ന്. അല്ലേലും അതെ, എല്ലാരും അത് ബ്രിൻഡോന്ന് എഴുതുമ്പോ TO വരെ ഉള്ളൂ, ഡബ്ല്യൂ ഇല്ല. ബ്രിൻഡോ വിചാരിക്കുന്നില്ലല്ലോ ആരും. ബ്രിൻഡോ അല്ല, ബ്രിൻഡോ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ വലിയൊരു എന്തോ ഒരു സാധനമാണ് ഇത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളി. ഞാനും ആൽഫയും ശരിക്കും പറഞ്ഞാൽ ഞാനും ആൽഫയും ബ്രിൻഡോയും കൂടെ കുറെ കഷ്ടപ്പെട്ടു. നിബിച്ചേട്ടൻ കഷ്ടപ്പെട്ടു ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട്. എല്ലാവരുടെയും ഒരു വർക്കിന്റെ ഒരു എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫോട്ടോ വരേണ്ടതായിരുന്നു. അപ്പം നമ്മുടെ ഈ ഫോട്ടോഷൂട്ടിന്റെ ഏറ്റവും വലിയൊരു സസ്പെൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറയാമോ? മൊബൈൽ ഫോണിലെടുത്ത ഫോട്ടോയാണത്. ഏത് ഫോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി S23 അൾട്ര, അതിലെടുത്ത ഫോട്ടോ ആട്ടോ ഇത്. ബാക്കി എല്ലാവരും പ്രൊഫഷണൽ ക്യാമറ DSLR-ലൊക്കെ എടുത്ത ക്യാമറയിലുള്ള ഫോട്ടോസ് ആയിരിക്കും അത്. അതെ അതെ അതെ. പക്ഷെ ഫോണിലെടുത്താന്ന് പറയത്തില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാല്. അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ തീർന്നു. ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്താണെന്ന് അറിയാമോ? എനിക്കാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സുള്ള സമയത്തായിരുന്നു ഈ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തത് കേട്ടോ. ആക്ച്വലി ഈ ഒരു പ്ലാൻ എൻ്റെ മനസ്സിൽ നേരത്തോടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നേച്ചേഴ്സ് ഡേയുടെ ഗൃഹലക്ഷ്മിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എന്തുകൊണ്ട് ഇന്ന് ചെയ്തുകൂടാ, ഇപ്പം ചെയ്തുകൂടാ, നമുക്കത് അയച്ചു കൊടുക്കാം, കോൺടെസ്റ്റിന് അയച്ചു കൊടുക്കാം, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മളെല്ലാം അറേഞ്ച് ചെയ്താണ്, ഡ്രസ്സും അതുപോലെ എല്ലാ കാര്യങ്ങളും. അപ്പം വേറെ കുറച്ച് കാര്യങ്ങളും എല്ലാം ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ആൽഫയും വിളിച്ചുകൊണ്ട് പോകുന്നത്. അന്നാണെങ്കിൽ ബ്രിൻഡോയ്ക്ക് രാവിലെ ബിസി ആയിരുന്നു, തിരക്കായിരുന്നു, എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ബ്രിൻഡോയും വന്നു. ഭയങ്കര ഇടിയും മഴയും, മൊത്തത്തിൽ പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു മൊത്തം. അത് കഴിഞ്ഞിട്ട് നേരം വെളുത്ത് അതിരാവിലെ എണീറ്റ് ഒരു പ്രകാരത്തിൽ എന്തൊക്കെയോ കാണിച്ച് കൈ കിട്ടി എന്തൊക്കെയോ ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്നും കൂടെ അറിയത്തില്ല. മനസ്സ് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തത്. കുറേ ഭയങ്കര എന്താ പറയുക, ഇതിങ്ങനെ മാഗസിനിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുകയും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ചെറുതാണേലും ചെറുതല്ല, ഈ ഒരു അംഗീകാരം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വലിയൊരു ആക്സെപ്റ്റൻസ് ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലെ അടിപൊളി ഫോട്ടോഷൂട്ടും വീഡിയോ എല്ലാം ആയിട്ട് ഇനിയും കാണുന്നവരെ ബൈ ബൈ.